ഹായ് അസ്സലാമു അലൈക്കും, വെൽക്കം ബാക്ക് ടു എ ന്യൂ വീഡിയോ. സൂപ്പർ മോം സീരീസിൽ നിന്ന് ഫെബിയാണ്. ചെറിയൊരു ഷോപ്പിംഗ് വ്ളോഗാണ് ഇന്നത്തേത്. അപ്പോൾ ഇതിൽ തന്നെ നല്ലൊരു പ്രോഡക്റ്റ് റിവ്യൂ ഉണ്ട്. അതുപോലെ തന്നെ ഒരു കസ്റ്റമർ അവരുടെ ഹൗസ് വാമിങ്ങിലേക്ക് ആവശ്യപ്പെട്ടിട്ടുള്ള കുറച്ചധികം ഐറ്റംസ് അതൊക്കെ ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ള വ്ളോഗാണ്. അപ്പോൾ ഈ ഒരു ക്ലയൻറ്റിൻ്റെ പ്രോഡക്റ്റ്സ് ഞാൻ 3 ദിവസം അടുപ്പിച്ച് പോയി കളക്ട് ചെയ്ത് കൊടുത്തതാണ്. അപ്പോൾ 2-3 ഷോറൂംസ് ഇതിൽ ആഡ് ചെയ്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ 2-3 ദിവസങ്ങളിലായിട്ടാണ് ഞാൻ അവരുടെ ഓർഡേഴ്സ് എല്ലാം തന്നെ കംപ്ലീറ്റ് ചെയ്ത് കൊടുത്തത്. അതുപോലെ തന്നെ ഡച്ച് ഓവൻ പോട്ട്സ്, അത് ഏറ്റവും ലോവസ്റ്റ് പ്രൈസിൽ നിങ്ങൾക്ക് നാട്ടിലുള്ളവർക്കും വാങ്ങാം. അത് ഒരു ഗോൾഡൻ ചാൻസ് ഉണ്ട്. അതിൻ്റെ ഡീറ്റെയിൽസും കൂടി ഇന്നത്തെ വീഡിയോയിൽ ഇൻക്ലൂഡ് ചെയ്യുന്നുണ്ട്. ലാസ്റ്റ് കമ്മ്യൂണിറ്റി പോസ്റ്റിലുള്ള ഗിവ് അവേ വിന്നറിനെ നെക്സ്റ്റ് വീഡിയോയിൽ അനൗൺസ് ചെയ്യുന്നതാണ് കേട്ടോ. 2 വിന്നേഴ്സിനെ സെലക്ട് ചെയ്തിട്ട് സർപ്രൈസ് ഗിഫ്റ്റ് കൊടുക്കാനാണ് പ്ലാൻ. ഡച്ച് ഓവൻ പോട്ട്സിൻ്റെ കളേഴ്സ് ഞാൻ ഇതവിടെ ഷെയർ ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇൻട്രസ്റ്റിംഗ് ആയിട്ട് തോന്നുകയാണെങ്കിൽ ഇപ്പം തന്നെ ഒന്ന് ലൈക്ക് ചെയ്യുക. അതുപോലെ കമൻറ്റ് ചെയ്യാൻ മറക്കരുത്. കമൻറ്റ് ചെയ്യുന്നവരിൽ നിന്ന് ഞാൻ എന്തായാലും ഒരു സർപ്രൈസ് ഗിഫ്റ്റ് കൊടുക്കാൻ വേണ്ടിയിട്ട് ഒരു വിന്നറിനെ സെലക്ട് ചെയ്യുന്നതാണ്. അതുകൊണ്ട് കമൻറ്റ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, മാക്സിമം സപ്പോർട്ട് ചെയ്യുക. അത്ര എഫേർട്സ് എടുത്തിട്ടാണ് ഞാൻ ഓരോ വീഡിയോസും നിങ്ങളുടെ മുന്നിലേക്ക് എത്തിക്കുന്നത്. അപ്പോൾ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം. ഡച്ച് ഓവൻ പോട്ട്സിൽ ഒരു പുതിയൊരു കളർ വന്നിട്ടുണ്ടായിരുന്നു. ഒരു വൈറ്റിഷ് കളർ, ഗ്രേ ആൻഡ് വൈറ്റ് കോമ്പിനേഷനിൽ. വൈറ്റ് എന്ന് പറയാൻ പറ്റില്ല, ഒരു ഐവറി ആൻഡ് ഗ്രേ കോമ്പിനേഷനിൽ നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള കളറാണ്. ആ ഒരു പ്രോഡക്റ്റ് എനിക്ക് കിട്ടിയിട്ടുണ്ടായിരുന്നു. ഡച്ച് ഓവൻ പോട്ട്സ് എന്തുകൊണ്ടും ഹെൽത്ത് സേഫാണ്. ഹാംഫുള്ളായിട്ടുള്ള ഒരു സബ്സ്റ്റൻസും അതിലില്ല. അതായത് ഹാംഫുൾ ആയിട്ടുള്ള മെറ്റൽസ് ഒന്നും തന്നെ അതിൽ യൂസ് ചെയ്തിട്ടില്ല. ഒരു സെറാമിക് കോട്ടിങ്ങോടുകൂടിയാണ് വരുന്നത്. ഫുൾ സെറാമിക് കോട്ടിംഗ് ആണ്. കാസ്റ്റ് അയൺ പ്രോഡക്റ്റാണ്. അത്യാവശ്യം നല്ല വെയിറ്റ് ഉണ്ട്. അതുപോലെ ബേക്കിംഗ്, സ്റ്റൂയിങ്, അതുപോലെ റോസ്റ്റിംഗ്, ബ്രേസിങ്, ഇങ്ങനെയുള്ള എല്ലാ കുക്കിംഗ് മെത്തേഡ്സിനും നമുക്ക് ഈ ഒരു പോട്ട്സ് യൂസ് ചെയ്യാവുന്നതാണ്. വളരെ ലെസ് ക്വാണ്ടിറ്റി ഓയിൽ വെച്ചിട്ട് നമുക്ക് ഇതിൽ കുക്ക് ചെയ്തെടുക്കാൻ പറ്റും ഡിഷസൊക്കെയും. നോൺ സ്റ്റിക്കി ആണ്. അപ്പോൾ ചില കേസിൽ ഇത് സ്റ്റിക്ക് ചെയ്യുന്നുണ്ടെന്ന് പറഞ്ഞിട്ട് കംപ്ലയിൻറ്റ്സ് പറയാറുണ്ട്. അത് സംഭവം നിങ്ങൾ സ്റ്റാർട്ടിങ്ങിൽ ഫ്ലെയിം കൂട്ടി വെച്ചിട്ട് അതിന് ശേഷം നമ്മൾ സിമ്മിലേക്ക് അല്ലെങ്കിൽ മീഡിയം ഫ്ലെയിമിലേക്ക് ഇത് കൊണ്ടുവരണം കുക്ക് ചെയ്യുന്ന ടൈമിൽ. അതല്ലാതെ ഒരേ ഫ്ലെയിമിൽ, അതായത് സ്റ്റാർട്ടിങ്ങിലുള്ള ഹൈ ഫ്ലെയിമിൽ തന്നെ ഇട്ട് കുക്ക് ചെയ്യുമ്പോൾ മാത്രമാണ് അത് നമുക്ക് സ്റ്റിക്കി ആകുന്നത്. അപ്പോൾ അതൊന്ന് പ്രത്യേകം ശ്രദ്ധിച്ചാൽ മതി. വൺസ് ഇത് ഹീറ്റായി കഴിഞ്ഞാൽ പിന്നെ നമുക്കതിന് സ്ലോ ഡൗൺ ചെയ്യാം ഫ്ലെയിം. ഈ ഒരു പോട്ട്സ് ഇവിടെ UAE-ലുള്ളവർക്ക് ഡയറക്റ്റ് പോയിട്ട് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുന്ന ലിങ്കിൽ പോയി പർച്ചേസ് ചെയ്യാം. എൻ്റെ കൂപ്പൺ കോഡ് യൂസ് ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് 15% ഓഫ് കൂടി കിട്ടുന്നതായിരിക്കും. 15% ഡിസ്കൗണ്ട് ലഭിക്കുന്നതായിരിക്കും. പക്ഷേ നാട്ടിലുള്ളവർക്കും ഒരുപാട് എൻക്വയറി ചെയ്യുന്നുണ്ട് ഈ ഒരു പ്രോഡക്റ്റിന്. അപ്പോൾ അതൊക്കെ കണക്കിലെടുത്തിട്ട് തന്നെ നമ്മൾ ഈ ഒരു പ്രോഡക്റ്റ് നാട്ടിൽ സ്റ്റോക്ക് ചെയ്യാൻ പ്ലാൻ ആക്കിയിട്ടുണ്ട്. അൽഹംദുലില്ലാ അതിൻ്റെ പ്രോസസ്സിംഗ് എല്ലാം നടന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ നിങ്ങൾക്ക് ആക്ച്വൽ പ്രൈസ്, അതായത് നാട്ടിലെത്തിക്കുമ്പോൾ ഇപ്പോൾ സാധാരണ ഉള്ള ആ ഒരു പ്രൈസിൽ നിന്ന് 18% ഡിസ്കൗണ്ടിൽ ഇപ്പം ഈ ഒരു പ്രോഡക്റ്റ് പർച്ചേസ് ചെയ്യാൻ പറ്റും. കൂടുതൽ ഡീറ്റെയിൽസ് അറിയണമെങ്കിൽ നിങ്ങൾ എൻ്റെ അടുത്ത് വാട്സപ്പിൽ വന്ന് കോൺടാക്റ്റ് ചെയ്യുക. അതായത് ആക്ച്വൽ പ്രൈസ് ഏകദേശം ഒരു 3000 ഇന്ത്യൻ റുപ്പീസ് ലെസ്സർ എമൗണ്ടിലാണ് ഞങ്ങൾ നാട്ടിൽ സ്റ്റോക്ക് ചെയ്യുന്നത് കൊണ്ട് തന്നെ നിങ്ങൾക്ക് ഈ ഒരു പ്രോഡക്റ്റ് പർച്ചേസ് ചെയ്യാൻ പറ്റുന്നത്. സ്റ്റാർട്ടിങ് ആയതുകൊണ്ട് തന്നെ 2-3 കളേഴ്സിൽ വളരെ ലിമിറ്റഡ് ക്വാണ്ടിറ്റി മാത്രമേ നമ്മളവിടെ സ്റ്റോക്ക് ചെയ്യുന്നുള്ളൂ. അപ്പം ആദ്യം വന്ന് ഒരു 3000 അഡ്വാൻസ് ചെയ്ത് ബുക്ക് ചെയ്യുന്നവർക്കായിരിക്കും പരിഗണന. അതല്ലാത്തത് ഇപ്പം സ്റ്റോക്ക് ഔട്ട് ആയി കഴിഞ്ഞാൽ പഴയ റേറ്റിലേക്ക് തന്നെ പോവും. അതുകൊണ്ട് നിങ്ങൾക്ക് ആർക്കെങ്കിലും ഇത് വാങ്ങാൻ താല്പര്യമുണ്ടെങ്കിൽ എന്തായാലും വന്ന് വാട്സപ്പിലൂടെ വന്ന് കോൺടാക്റ്റ് ചെയ്യുക. എന്നിട്ട് പ്രീ ബുക്ക് ചെയ്യുക. അഡ്വാൻസ് ഇപ്പോൾ ഞങ്ങൾ 3000 മാത്രമേ ആവശ്യപ്പെടുന്നുള്ളൂ കേട്ടോ. അപ്പോൾ എൻ്റെ കോൺടാക്ട് ഡീറ്റെയിൽസും അതുപോലെ UAE-ലുള്ളവർക്ക് പർച്ചേസ് ചെയ്യാനുള്ള ലിങ്ക് എല്ലാം തന്നെ ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിലേക്ക് ആഡ് ചെയ്യുന്നതാണ് കേട്ടോ. നെക്സ്റ്റ് ഞാനൊരു ക്ലയൻറ്റിന് വേണ്ടിയിട്ടുള്ള പർച്ചേസിന് വേണ്ടി പോവാണ് കേട്ടോ. അവർ എന്തൊക്കെയാണ് പ്രോഡക്റ്റ്സ് വേണ്ടതെന്നുള്ള ലിസ്റ്റ് എനിക്ക് തന്നിട്ടുണ്ടായിരുന്നു. വളരെ കോപ്പറേറ്റീവായിട്ട് തന്നെ അവർ കാര്യങ്ങൾ കൈകാര്യം ചെയ്തത്. അതായത് ഞാൻ ഷോറൂമിൽ പോയിട്ട് നല്ല സെലക്റ്റീവായിട്ടുള്ള 2-3 പ്രോഡക്റ്റ്സ് കാണിച്ചു കൊടുക്കും. അവർ പെട്ടെന്ന് തന്നെ സെലക്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് കാര്യങ്ങൾ എനിക്ക് എളുപ്പമായിരുന്നു. ആദ്യം തന്നെ ഞാനിവിടെ പുതിയതായിട്ട് ഓപ്പൺ ചെയ്തിട്ടുള്ള അൽ ആയിലിയ എന്ന് പറഞ്ഞ ഒരു ഷോപ്പിലാണ് പോയത്. ഒരു വലിയ ഷോറൂമാണ്, ഗിഫ്റ്റ് മാർക്കറ്റാണ്. അവിടെ അത്യാവശ്യം ലക്ഷൂറിയസ് ആയിട്ടുള്ള കുറേ കളക്ഷൻസ് ഉണ്ട് കേട്ടോ.
അപ്പോൾ അവർക്ക് ആ ഒരു ടൈപ്പ് ഫുഡ് വാമേഴ്സും കാര്യങ്ങളൊക്കെ വേണമെന്ന് പറഞ്ഞിട്ടാണ് ഞാൻ ഇതാദ്യം തന്നെ ഇവിടെ പോയിരിക്കുന്നത്. പുതിയതായിട്ട് ഓപ്പൺ ചെയ്ത ഷോറൂം ആയതുകൊണ്ട് തന്നെ അത്യാവശ്യം നല്ല ഓഫേഴ്സ് ഇട്ടിട്ടുണ്ട് കേട്ടോ. ഓഫേഴ്സിൻ്റെ ഒരു കൗണ്ടർ തന്നെ ഉണ്ട് അവിടെ. അങ്ങനെ ആ ഒരു കൗണ്ടറിലേക്കാണ് ഞാൻ ആദ്യം പോയത്. ഒരു കുറച്ച് ലക്ഷറി ലുക്കുള്ള കുറച്ച് ഐറ്റംസ് വേണം, അറ്റ് ദ സെയിം ടൈം അധികം എക്സ്പെൻസീവ് ആവാനും പാടില്ല. അപ്പം ഈ ഒരു റേഞ്ച് കണ്ടപ്പം അവർ ഇൻട്രസ്റ്റഡ് ആയിരുന്നു. അങ്ങനെ അവരവിടുന്ന് കുറച്ച് പ്രോഡക്റ്റ്സ് എല്ലാം തന്നെ പർച്ചേസ് ചെയ്തിട്ടുണ്ട്. അതൊക്കെയാണ് ഞാൻ ഇപ്പോൾ നിങ്ങൾക്ക് കാണിച്ചുകൊണ്ടിരിക്കുന്നത്. റേറ്റ്സ് ഒക്കെ അവിടെ കാണിക്കുന്നുണ്ട്. അപ്പോൾ നിങ്ങളൊന്ന് സൂം ചെയ്ത് നോക്കിയാൽ മതി കേട്ടോ. റേറ്റൊക്കെ എനിക്ക് ഓരോന്നും എടുത്ത് പറയൽ പ്രാക്ടിക്കലല്ല. ഒരുവിധം എല്ലാവർക്കും അത് ഒരു റിപ്പീറ്റേഷനായി മാറും. നിങ്ങൾ ഓൾറെഡി കാണുന്നൊരു സാധനം തന്നെ ഞാൻ വീണ്ടും വീണ്ടും ഇങ്ങനെ പറയുമ്പോൾ ഒരു രസമില്ല. അതുകൊണ്ടാണ് ഞാൻ റേറ്റ് പറയാത്തത് കേട്ടോ. അവിടെ നിന്ന് എടുക്കുന്ന ഓരോ സാധനങ്ങളും ഞാൻ നല്ലപോലെ ക്വാളിറ്റി ചെക്കൊക്കെ ചെയ്തിട്ടാണ് പർച്ചേസ് ചെയ്യുന്നത്. ബോക്സ് പീസ് ആണെങ്കിൽ അതൊക്കെ ഓപ്പൺ ചെയ്ത് അതൊക്കെ സേഫാണെന്ന് നോക്കിയിട്ട് മാത്രമാണ് ഞാൻ പർച്ചേസ് ചെയ്യാറ് കേട്ടോ. ഈ ഒരു പ്രോഡക്റ്റ് അവർ സെലക്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. അതുപോലെ തന്നെ നേരത്തെ കാണിച്ച ആ ഒരു വലിയ ഫുഡ് വാമർ, ആ ഒരു ലൈറ്റ് ഗ്രേ കളർ ഫുഡ് വാമർ, അതും സെലക്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. പിന്നെ സെലക്ട് ചെയ്തത് ഈ ഒരു പ്രോഡക്റ്റ് ആയിരുന്നു. അത്യാവശ്യം നല്ല ക്വാളിറ്റി ഫീൽ ചെയ്തിട്ടുണ്ട്. ഇതിൻ്റെ പ്രൈസ് വരുന്നത് 220 ദിറംസിൻ്റെ പ്രോഡക്റ്റ് 165 ദിറംസ് മാത്രമേ ഉള്ളൂ. ഓഫറിലാണ്. ഇത് 50 ദിറംസ് ആണ് കേട്ടോ ഈ ഒരു ഐറ്റത്തിൻ്റെ റേറ്റ്. അതിൻ്റെ അകത്തെ ബൗൾ വരുന്നത് സെറാമിക് ആണ്, ഔട്ടർ പോർഷനും സെറാമിക് ആണ്. മെറ്റൽ ആൻഡ് സെറാമിക് മിക്സ് ചെയ്തിട്ടുള്ള ഒരു പ്രോഡക്റ്റാണ് കേട്ടോ. അതിൽ നിന്ന് ഒരെണ്ണം അവർ സെലക്ട് ചെയ്തു. ഇതും ഓഫറിലാണ്. 215 115 ദിറംസ് മാത്രമേ ഉള്ളൂ. അപ്പോൾ അതിൽ നിന്നും അവർ ഒരു ഐറ്റം സെലക്ട് ചെയ്ത്. ഇതൊക്കെ ഇവിടെ ഡിസ്പ്ലേ ചെയ്ത ഐറ്റംസ് മാത്രമാണ് ഓഫേഴ്സിലുള്ളത്. ഇതിൽ തന്നെ ചില ഐറ്റംസിന് അവർ ബോക്സ് ഇല്ല എന്നുള്ള പേരിലാണ് ഓഫറിൽ ഇട്ടിരിക്കുന്നത് കേട്ടോ. അപ്പോൾ അത് നല്ല രീതിയിൽ പാക്ക് ചെയ്തിട്ട് നാട്ടിലെത്തിക്കുകയാണെങ്കിൽ അത് സീനില്ല എന്നുള്ള രീതിയിൽ പറഞ്ഞതുകൊണ്ട് തന്നെ അവർ ഇതിൽ നിന്ന് തന്നെ സെലക്ട് ചെയ്തു. കാരണം ഏകദേശം ഓരോ പ്രോഡക്റ്റിൻ്റെ മേലെയും 100 ദിറംസിൻ്റെ ഒക്കെ ഡിഫറൻസ് വരുന്നുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ അവർക്ക് ആ പ്രോഡക്ട്സ് മതി എന്നുള്ള രീതിയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഈ ഒരു ബ്ലാക്ക് കുക്ക് വെയറും സെർവ് വെയറും കൂടി എടുത്തിട്ടുണ്ടായിരുന്നു. ഈ സെയിം കൈൻഡ് ഓഫ് പ്രോഡക്റ്റ്സ് എല്ലാം തന്നെ റെഗുലർ പ്രൈസിൽ വേറൊരു സെക്ഷനിലുണ്ട് കേട്ടോ. അപ്പോൾ ബോക്സ് ഇല്ല എന്നുള്ള പേരിലാണ് മിക്കവാറും എല്ലാ ഐറ്റംസും അവർ സെയിലിട്ടിരിക്കുന്നത്. എനിക്ക് തോന്നുന്നു ഇവർക്ക് വേറൊരു ബ്രാഞ്ച് ഉണ്ട്, അവിടെ നിന്നുള്ള കളക്ഷൻസ് കൂടി അവർ ഇങ്ങോട്ടേക്ക് കൊണ്ടുവന്നിട്ടുണ്ട്. അലൈനിൽ തന്നെയുള്ള ബ്രാഞ്ചിൽ നിന്ന് കൊണ്ടുവന്നതാണെന്ന് എനിക്ക് തോന്നിയിട്ടുള്ളത്. അവരോട് ഞാൻ ചോദിച്ചപ്പോൾ അവരങ്ങനെയാണ് പറഞ്ഞത്. പ്രത്യക്ഷത്തിൽ ഒരു കംപ്ലയിൻറ്റ്സ് എനിക്ക് കാണാനില്ല. എല്ലാം കൊണ്ടും പ്രോഡക്റ്റ് സേഫാണ്. പാക്കിംഗ് യൂഷ്വലി നമ്മൾ ചെയ്യുന്നത് നല്ല പോലെ ബബിൾ റാപ്പും എല്ലാം ഇട്ടിട്ടാണ് അയക്കുന്നത്. അതുകൊണ്ട് തന്നെ വേറെ ഡാമേജസ് ഒന്നും വരാനുള്ള ചാൻസസും ഇല്ല കേട്ടോ. നമുക്ക് ഫ്രൈസൊക്കെ സെർവ് ചെയ്യാൻ പറ്റിയൊരു ഐറ്റമാണ് ഇത് കേട്ടോ. ഇതിൻ്റെ അകത്തൊരു സ്റ്റീലിൻ്റെ ചെറിയ ചെറിയ ഹോൾസോട് കൂടിയിട്ടുള്ള ഒരു ബൗളും വരുന്നുണ്ട്. പിന്നെ അതിൻ്റെ താഴ്ഭാഗത്ത് വേറൊരു ബൗളും. ഈ ഒരു ഐറ്റവും അവർ എടുത്തിട്ടുണ്ടായിരുന്നു. 2 ചെറിയ ബൗളോട് കൂടിയിട്ടുള്ള ഒരു സെർവ് വെയറാണ്. നമുക്ക് കറിയൊക്കെ സെർവ് ചെയ്യാൻ പറ്റിയതാണ്. പിന്നെ അവർ ആവശ്യപ്പെട്ടത് കുറച്ച് ട്രേസ് ആയിരുന്നു. ഈ ഒരു ട്രേ സെലക്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഡിസ്പ്ലേ വെച്ചത് കൂടാതെ ബോക്സ് പീസ് ഉണ്ട് ഇതിനൊക്കെ. ഈ ഐറ്റംസ് എല്ലാം ബോക്സ് പീസ് തന്നെ സെലക്ട് ചെയ്തു. ഈ ഒരു ട്രേക്ക് വെറും 18 ദിറംസ് ആയിരുന്നു പ്രൈസ് കേട്ടോ. ഉള്ളിലത്തെ പോർഷനിൽ മിറർ വരുന്ന രീതിയിലുള്ള ട്രേ അവർക്ക് റിക്വയർമെൻറ്റ് ഉണ്ടായിരുന്നു. അപ്പോൾ ഞാൻ ഇതിൽ നിന്ന് 2-3 പാറ്റേൺസ് ഉണ്ട്. അതിൽ നിന്ന് ഈ ഒരെണ്ണം സെലക്ട് ചെയ്തിട്ടുണ്ട്. അത് ഒരു സെറ്റായിട്ടാണ് വരുന്നത്. ഒരു വലിയ ട്രേയും അതിനകത്ത് ഒരു ചെറിയ ട്രേയും, അങ്ങനെ 2 പീസ് വരുന്ന ഒരു സെറ്റാണ് കേട്ടോ. പിന്നെ സെലക്ട് ചെയ്തത് ഈ ഒരു ട്രേ ആണ്. ഇതിനകത്തും മിററാണ് വരുന്നത്. അവർ പിന്നെ ഞാൻ ഈ വീഡിയോയിൽ തന്നെ കാണിക്കുന്നുണ്ട്. പിന്നെ ഒരു ഫ്ലാസ്കും അതിൻ്റെ സെറ്റും ഒക്കെ സെലക്ട് ചെയ്തിട്ടുണ്ടായിരുന്നു വേറൊരു ഷോറൂമിൽ നിന്ന്. അപ്പോൾ അതിന് വേണ്ടിയിട്ടായിരുന്നു ഈ ഒരു ട്രേ അവർ സെലക്ട് ചെയ്തത്, ആ ഒരു ഓവൽ ഷേപ്പിലുള്ള ട്രേ. ഐറ്റംസ് എല്ലാം സെലക്ട് ചെയ്തതിന് ശേഷം നമ്മളിത് ബില്ലിംഗ് കൗണ്ടറിലേക്ക് എത്തിയിട്ടുണ്ട്. എൻ്റെ കൂടെ ഇനായ ആയിരുന്നു ഉണ്ടായത്. അപ്പം ഞാൻ ഈ പണികളൊക്കെ ചെയ്യുന്നതിനിടയിൽ അവളുടെ സെക്ഷനിൽ പോയിട്ട് എന്തെങ്കിലും ഒരു ഐറ്റം സെലക്ട് ചെയ്ത് കൊണ്ടുവരും. എനിക്കിത് വേണമെന്ന് പറഞ്ഞിട്ട് അത് പതിവാണ്. അത് പതിവ് തെറ്റിക്കാതെ തന്നെ അവൾ അന്നും എന്തോ ഐറ്റം പർച്ചേസ് ചെയ്തിട്ടുണ്ടായിരുന്നു. ഒരു ക്രാഫ്റ്റ് റിലേറ്റഡ് ഐറ്റമാണ് അവൾ പർച്ചേസ് ചെയ്തത്.
ഐറ്റംസ് എല്ലാം കളക്ട് ചെയ്തിട്ട് യൂഷ്വലി ഞാൻ ഇപ്പോൾ ഒരു കസ്റ്റമർ ഇതാണെങ്കിൽ അത് വണ്ടീൻ്റെ ബാക്കിൽ തന്നെ അവിടെ വെക്കും. കാരണം ഇതെല്ലാം നമ്മൾ വീട്ടിലേക്ക് ലാസ്റ്റ്, അതായത് കാർഗോ വരുന്ന അന്ന് മാത്രമേ കൊണ്ടുപോകുള്ളൂ. അതുവരെ അവിടെ ഉണ്ടാവും. പെട്ടെന്ന് ഓരോരുത്തരത്ത് പിന്നെ കംപ്ലീറ്റ് ആകുമ്പോൾ വേഗം തന്നെ കാർഗോ വിടാറാണ് പഴയ. ആ ഒരു ടൈം ആകുമ്പോൾ കാർഗോ ടീമിനെ വിളിക്കും. അങ്ങനെ ആ ഒരു പർച്ചേസ് കഴിഞ്ഞു. അപ്പോൾ നെക്സ്റ്റ് ഡേ ആണ് ഈ ഒരു വീഡിയോ. അതിപ്പം നമ്മൾ ഒരു ടാക്സിയിലുള്ളത് ദുബായിലേക്ക് പോവാണ്. ദുബായിൽ കുറച്ച് പണികളുണ്ട്. എനിക്കൊന്നാമത് ഒരു ബ്രൈഡൽ ഓർഡർ ഉണ്ടായിരുന്നു. ഒരു ഹെവി ആയിട്ടുള്ളൊരു ബ്രൈഡൽ ഓർഡർ, ഒരു ബ്രൈഡൽ ഗൗൺ. അപ്പോൾ അതിൻ്റെ മെറ്റീരിയൽസൊക്കെ കളക്ട് ചെയ്യണം. അപ്പോൾ ആ ഒരു ഉദ്ദേശത്തിലാണ് ഞാൻ ദുബായിലേക്ക് പോകുന്നത്. അവിടെ നിന്നാകുമ്പോൾ എനിക്ക് ഞാൻ ഉദ്ദേശിച്ച മെറ്റീരിയൽസൊക്കെ കിട്ടും. മാത്രമല്ല എനിക്ക് ആ പോകുന്ന പോക്കിൽ തന്നെ കുറച്ച് ബാക്കിയുള്ള കുറച്ച് പണികളും കൂടി ഉണ്ടായിരുന്നു. അപ്പോൾ അവിടെ എത്തിക്കഴിഞ്ഞാൽ നമ്മൾ അവിടെ പിക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് റെസ്ബി വരും. അതെല്ലാം തിരികെ ഞാൻ ഡ്രൈവ് ചെയ്ത് പോകണം. അപ്പം ഉച്ച സമയത്തൊക്കെ ഡ്രൈവിങ്ങൊക്കെ വലിയ മെനക്കെടലാണ്. അതുകൊണ്ട് ബസ്സിൽ പോകാൻ തീരുമാനിച്ചു. ഞങ്ങളിതാ അലൈൻ ബസ് സ്റ്റേഷനിൽ എത്തിയിട്ടുണ്ട്. അപ്പോൾ അവിടെ പോയിട്ടും 1-2 ഷോറൂം വിസിറ്റ് ഉണ്ട്. അവിടുന്ന് സാധനങ്ങൾ കളക്ട് ചെയ്യാമെന്ന് വിചാരിച്ചു. അങ്ങനെ ബസ് സ്റ്റേഷനിലെത്തി. നമ്മൾ ബസ്സിലാവുമ്പോഴുള്ള ഒരു സുഖം എന്ന് വെച്ചാൽ കയറിയിട്ട് നമുക്ക് കിടന്നുറങ്ങാം. 2 hours നല്ല ലക്ഷറി ബസ്സാണ്. നല്ല സുഖമായിട്ട് ഒരു ബുദ്ധിമുട്ടില്ലാതെ നമുക്ക് ദുബായിലെത്താം. ഡ്രൈവിംഗ് ആകുമ്പം അത് ഓൺ റിസ്ക് ആണല്ലോ. ഞാൻ തന്നെ റിസ്ക് എടുത്ത് പോകണമല്ലോ. ഇതാകുമ്പം ഒന്നും ചിന്തിക്കാതെ നമുക്ക് അതിൽ റിലാക്സ് ചെയ്തിട്ട് ട്രാവൽ ചെയ്യാം. യൂഷ്വലി ഡ്രൈവ് ചെയ്ത് പോകുകയാണെങ്കിൽ നമുക്കൊരു 45 to 1 hour കൊണ്ട് ദുബായിലെത്താം. പക്ഷേ ബസ്സാകുമ്പോൾ 2-2.25 മണിക്കൂർ. കാരണം അവർക്കൊരു സ്പീഡ് ലിമിറ്റ് ഉണ്ട്. ആ ഒരു ലിമിറ്റിനകത്തേ പോകുള്ളൂ. അപ്പം ഒരു 2-2.25 മണിക്കൂർ കൊണ്ടാണ് നമ്മൾ ദുബായ് ബസ് സ്റ്റേഷനിൽ എത്തിയത് കേട്ടോ. അങ്ങനെ ഗുബൈബ ബസ് സ്റ്റേഷനിൽ എത്തിയിട്ടുണ്ട്. അവിടെ എത്തിയപ്പോൾ റെസ്ബി വന്ന് നമ്മളെ പിക്ക് ചെയ്തു. നമ്മൾ നേരെ ദുബായ് ഹിൽസ് മോളിലേക്ക് പോയി. കാരണം ആ ഒരു ബ്രൈഡൽ ഓർഡറിനുള്ള ഐറ്റംസ് എല്ലാം തന്നെ കളക്ട് ചെയ്യണമെന്നുണ്ടെങ്കിൽ 4 മണിയാവണം. അതുവരെ ക്ലോസിങ് ടൈമാണ്. ഷോപ്സ് എല്ലാം ക്ലോസ്ഡ് ആയിരിക്കും. അപ്പോൾ അവിടെ ഹിൽസ് മോളിൽ പോകേണ്ട ആവശ്യമുണ്ട്. അപ്പോൾ അവിടെ പോയിട്ട് ഉള്ള പണികൾ തീർത്താമെന്ന് വിചാരിച്ചു. ഇത് ഹിൽസ് മോളിൽ എത്തിയിട്ടുണ്ട്. അപ്പോൾ ആദ്യം തന്നെ ഞാൻ പോയത് OC ഹോമിലായിരുന്നു. അപ്പോൾ ഈ ഒരു വീഡിയോ ഷൂട്ട് ചെയ്യുന്നതിൻ്റെ തലേന്നായിരുന്നു OC ഹോമിൻ്റെ വീഡിയോ ഞാൻ എൻ്റെ യൂട്യൂബിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ടായിരുന്നത്. ആ സമയത്ത് കിട്ടിയ ഓർഡേഴ്സ് എല്ലാം തന്നെ ഞാൻ അന്ന് അവിടെ നിന്ന് കളക്ട് ചെയ്തു. ഇപ്പോൾ നമുക്ക് അൽഹംദുലില്ലാ ഇവിടെ അലൈനിൽ OC ഹോമിൻ്റെ ഷോറൂം ഓപ്പൺ ആയിട്ടുണ്ട്. പുതിയതായി ഓപ്പൺ ആയിട്ടുണ്ട്. അപ്പോൾ കഴിഞ്ഞ ദിവസം ഞാൻ അവിടെ വിസിറ്റ് ചെയ്തിരുന്നു. നല്ല വലിയ ഷോറൂമാണ്. അവിടെയും ഈ സെയിം കൈൻഡ് ഓഫ് ഓഫേഴ്സ് എല്ലാം തന്നെ നടക്കുന്നുണ്ട്. എന്തായാലും ആ ഒരു വീഡിയോൻ്റെ ലിങ്ക് ഞാനിവിടെ ആഡ് ചെയ്യാം കേട്ടോ, ഐക്കാർഡിലിടാം. അപ്പോൾ OC ഹോമിലെ പ്രോഡക്റ്റ്സ് എന്തെങ്കിലും നിങ്ങൾക്ക് ആവശ്യമാണെങ്കിൽ നിങ്ങൾക്ക് വന്ന് പറയാം. ആ ഒരു വീഡിയോയിലുള്ള എല്ലാ പ്രോഡക്റ്റ്സും തന്നെ നമ്മുടെ ഈ ഒരു ഷോറൂമിലുണ്ട്. സെയിം ഓഫേഴ്സ് ഇപ്പോഴും റണ്ണിങ് ആണ് കേട്ടോ. അവിടുത്തെ പർച്ചേസൊക്കെ കഴിഞ്ഞു. ബില്ലിംഗ് കൗണ്ടറിലേക്ക് എത്തിയിട്ടുണ്ട്. അതിനുശേഷം നമ്മൾ ഫുഡ് കോർട്ടിൽ പോയി ചെറുതായി എന്തോ ലഞ്ചൊക്കെ കഴിച്ചതിന് ശേഷമാണ് ബാക്കിയുള്ള പണികൾ തീർത്തത്.
റിലേറ്റഡ് ആയിട്ടുള്ള ഒരുവിധ എല്ലാ ഷോറൂംസും അവിടെ ഹിൽസ് മോളിലുണ്ട് കേട്ടോ. അതുകൊണ്ട് തന്നെ എനിക്ക് ഹോം സെൻറ്ററിൽ നിന്ന് കുറച്ച് ഐറ്റംസ് കളക്ട് ചെയ്യാനുണ്ടായിരുന്നു. അപ്പോൾ റെസ്ബി നമ്മൾ ഡ്രോപ്പ് ചെയ്തിട്ട് ഡ്യൂട്ടിക്ക് പോയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അവർ തിരിച്ച് വരുന്ന ടൈമിനിടയ്ക്ക് നമ്മൾ ബാക്കിയുള്ള പണികളൊക്കെ തീർത്തു. ഞാൻ ഈ പറഞ്ഞ ക്ലയൻറ്റിന് ഒരു 8 സെർവിങ്സുള്ള ഡിന്നർ സെറ്റ് ആവശ്യപ്പെട്ടിട്ടുണ്ടായിരുന്നു. അങ്ങനെ അവരിതാ ഈ ഒരു ഡിന്നർ സെറ്റാണ് ചൂസ് ചെയ്തത്. നിങ്ങളിപ്പോൾ കാണുന്ന ഈ ഒരു ഫ്ലോറൽ സെറ്റാണ്. അതിൽ എല്ലാ ഐറ്റംസും ഇൻക്ലൂഡഡ് ആണ്. അതായത് സെർവിങ് പ്ലേറ്റ് ഉണ്ട്, ബിഗ് പ്ലേറ്റ്, പിന്നെ ഹാഫ് പ്ലേറ്റും ബൗൾസ് 2 തരം, അതുപോലെ കപ്പ് ആൻഡ് സോസർ എല്ലാം ഇൻക്ലൂഡഡ് ആയിട്ടുള്ള ഒരു നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ളൊരു ഡിന്നർ സെറ്റ് ആയിരുന്നു. അതിപ്പം ഓഫറിലാണുള്ളത്. 374 ദിറംസേ ഉള്ളൂ. ടോട്ടൽ 32 അല്ലെങ്കിൽ 36 പീസസ് അത്രയും പീസസ് ഉണ്ട്. അപ്പോൾ അവരിത് സെലക്ട് ചെയ്തിട്ടുണ്ട് കേട്ടോ. അതിനുശേഷം അവർ സെലക്ട് ചെയ്തത് ഈ ഒരു ഫ്ലാസ്ക്കാണ്. ഈ ഒരു ഗ്രേ ആൻഡ് ഗോൾഡൻ കോമ്പിനേഷനിൽ വരുന്ന ഒരു അത്യാവശ്യം വലുപ്പമുള്ള ഫ്ലാസ്ക്. പിന്നെ അവർക്ക് വേണ്ടത് കാനിസ്റ്റേഴ്സ് ആയിരുന്നു. കാനിസ്റ്റർ എന്ന് പറയുമ്പം നമ്മൾ ഈ ഒരു ബ്രെഡ് ബോക്സിൻ്റെ കൂടെ കോംബോ ആയിട്ട് വരുന്നുണ്ടായിരുന്നു. അപ്പോൾ ആ ഒരു ഫുൾ ബോക്സ് അവർ സെലക്ട് ചെയ്തു. ഇതൊക്കെ തന്നെ ഇപ്പോൾ നല്ല ഓഫറിലാണുള്ളത് കേട്ടോ. റേറ്റ്സ് ഞാനിതാ ഈ വീഡിയോയിൽ കാണിക്കുന്നുണ്ട്. ദുബായ് ഹിൽസ് മോളിലെ പണികളൊക്കെ കഴിഞ്ഞ് ഞങ്ങൾ നേരെ ഇതാ ക്ലോത്ത് എടുക്കാൻ വേണ്ടിയിട്ട് വന്നിട്ടുണ്ട്. അവിടുന്ന് ക്ലോത്ത് പർച്ചേസൊക്കെ നടന്നു. ബ്രൈഡൽ ഓർഡർ ഫുൾ ബ്ലാക്കിലാണ്. അതുകൊണ്ട് അതിൻ്റെ ക്ലോത്ത്സും കാര്യങ്ങളും എല്ലാം എടുത്തു. അങ്ങനെ ഇതാ നെക്സ്റ്റ് ഡേ ഞങ്ങൾ വന്നത് ഐക്കിയയിലേക്കാണ്. ഐക്കിയയിൽ നിന്നും കുറച്ച് പർച്ചേസ് ഉണ്ടായിരുന്നു. ഞങ്ങൾ അലൈനിലെ ഐക്കിയയിലാണ് ഞാൻ വന്നിരിക്കുന്നത് കേട്ടോ. ഐക്കിയയിലും ഇപ്പം നല്ല ഓഫേഴ്സ് ഉണ്ട്. ചില ഐറ്റംസ് എല്ലാം നല്ല റെഡ്യൂസ്ഡ് പ്രൈസിലാണുള്ളത്. അപ്പോൾ അവിടുന്ന് കുറച്ച് ഐറ്റംസൊക്കെ പർച്ചേസ് ചെയ്തു. അവർക്ക് ആദ്യത്തെ റിക്വയർമെൻറ്റ് കുറച്ച് ഫ്ലവർ വേസസും ആയിരുന്നു. പക്ഷേ അതിൽ വലിയ കാര്യമായിട്ടുള്ള ഓഫേഴ്സ് ഒന്നും കണ്ടില്ല. റെഗുലർ പ്രൈസ് ആയിട്ട് തന്നെയാണ് തോന്നിയത്. അതുകൊണ്ട് ആ ഒരു സെക്ഷനിൽ ഒന്നും തന്നെ എടുത്തില്ല. ഡിഷ് റാക്കിൻ്റെ റിക്വയർമെൻറ്റ് ഉണ്ടായിരുന്നു. അതുപോലെ തന്നെ ഈ ഒരു മാർബിൾ നമ്മൾ വെളുത്തുള്ളിയൊക്കെ ചതുക്കിയെടുക്കുന്ന ആ ഒരു ഐറ്റം ഉണ്ടല്ലോ, അത് ഈ ഒരു ട്രേയും അവരുടെ റിക്വയർമെൻ്റ് ആയിരുന്നു. പിന്നെ ഈ ഒരു കണ്ടെയ്നർ സെറ്റ്, നമ്മൾ മീറ്റ് ബോൾസും അതുപോലെ മാഷ് പൊട്ടറ്റോ ഒക്കെ വാങ്ങി അവിടുന്ന് കഴിച്ച് നേരെ ഇറങ്ങി. നമ്മൾ അതിനുശേഷം പോയത് സിറ്റി അവന്യൂവിലായിരുന്നു. അതും ഐക്യൊക്കെ അടുത്തടുത്താണ് കേട്ടോ. ഇപ്പം ഞാൻ ഒരു വീഡിയോയിൽ ചെയ്തിട്ടുണ്ടായിരുന്നു ഈ ഒരു ഫുഡ് വാമർ. അതിൻ്റെ ബ്ലൂ കളർ അവർ സെലക്ട് ചെയ്തു. അത്യാവശ്യം വലിയ സൈസാണത്. പിന്നെ വേണ്ടത് അവർക്ക് ട്രേ ആയിരുന്നു, റൗണ്ട് ആയിട്ടുള്ള മെറ്റൽ ട്രേ. ഈ ഒരു ട്രേയിൽ നിന്ന് ഒരു വൈറ്റ് കളറാണ് സെലക്ട് ചെയ്തത്. ഗ്രേ കളറായിരുന്നു അവർ ആവശ്യപ്പെട്ടത്. പക്ഷേ ലാസ്റ്റ് പീസ് ആയതുകൊണ്ട് തന്നെ അതിൽ ചെറിയ സ്ക്രാച്ചസും കാര്യങ്ങളും കണ്ടതുകൊണ്ട് വൈറ്റ് സെലക്ട് ചെയ്തു. വൈറ്റ് ആകുമ്പോൾ ബോക്സ് പീസ് തന്നെ ഉണ്ടായിരുന്നു. നെക്സ്റ്റ് ഇതാ മെറ്റലിൽ വരുന്ന ഈ ഒരു സെർവിങ് ട്രേ. ഇതിൻ്റെ മുകളിലത്തെ ലിഡ് വരുന്നത് ആക്രിലിക്കിലാണ് കേട്ടോ.
അതും ഒരു ബോക്സ് പീസ് എടുത്തിട്ടുണ്ട്. അതിൻ്റെ പ്രൈസൊക്കെ ഞാനിത് ഇവിടെ കാണിച്ചിട്ടുണ്ട്. ഒന്ന് സൂം ചെയ്ത് നോക്കിയാൽ മതി കേട്ടോ. അവർക്ക് ആവശ്യമുണ്ടായിരുന്നു. അതിൽ തന്നെ കളർ ഓപ്ഷൻസ് ഉണ്ട് കേട്ടോ. സിൽവറും ഉണ്ട്, അതുപോലെ ഗോൾഡും സിൽവറും മിക്സ് ആയിട്ടുള്ളതൊക്കെ വരുന്നുണ്ട്. അപ്പം അതും ഒരെണ്ണം എടുത്തിട്ടുണ്ട്. നെക്സ്റ്റ് ഇതാ ഈ ഒരു സ്പൂൺ സ്റ്റാൻഡ് നമുക്ക് കറിയൊക്കെ പ്രിപ്പയർ ചെയ്യുന്ന സമയത്ത് യൂസ് ചെയ്യാൻ പാകത്തിനുള്ളത്. അതിൻ്റെ ബൗൾ പോർഷൻ ബ്ലാക്കിലും വൈറ്റിലും അവൈലബിൾ ആണ് കേട്ടോ. വന്നിട്ട് ഇതാ ഈ ഒരു മാഗ്നറ്റിക് ലിഡോട് കൂടിയിട്ടുള്ള ബുഹൂർ ബർണർ, അതും അവർ സെലക്ട് ചെയ്തു. ഈ ഒരു കളറാണ് സെലക്ട് ചെയ്തത്. ഇത് മുൻപ് എൻ്റെ ഒരു വീഡിയോയിൽ അവർ കണ്ടിട്ടുണ്ടായിരുന്നു. അങ്ങനെയാണ് ആ ഒരു പ്രോഡക്റ്റ് സെലക്ട് ചെയ്തത്. ലാസ്റ്റായിട്ട് അവർക്ക് കെറ്റിൽ വേണമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പം അതിനു വേണ്ടി ഇതാ ഈ ഒരു ഐറ്റം ഞാൻ കാണിച്ചു കൊടുത്തു. 2 ചോയ്സാണ് കൊടുത്തത്. അതിൽ നിന്ന് ഒരെണ്ണം അവർ എടുത്തിട്ടുണ്ട്. അപ്പം ഈ ഒരെണ്ണമാണ് അവർ എടുത്തിരിക്കുന്നത്. ഇതിനൊക്കെ അത്രയേ റേറ്റ് ഉള്ളൂ കേട്ടോ. ബിലോ 40 ദിറംസേ ഉള്ളൂ. 35 to 40 ദിറംസാണ് ഇതിൻ്റെയൊക്കെ റേറ്റ്. മെറ്റലാണ് വരുന്നത്, ഫുൾ മെറ്റലാണ്. ഇത്രയ്ക്കായിരുന്നു അവരുടെ പർച്ചേസുകൾ. കാർഗോ ടീം വന്ന് എല്ലാം നല്ല സേഫായിട്ട് പാക്ക് ചെയ്ത് അവരാണ് പാക്കിങ്ങും കാര്യങ്ങളൊക്കെ അവരാണ് ചെയ്യുന്നത് കേട്ടോ. അങ്ങനെ അവർക്ക് നാട്ടിലേക്ക് അയച്ചിട്ടുണ്ട് സാധനങ്ങളെല്ലാം തന്നെ. അപ്പം വീഡിയോ വൈൻഡപ്പ് ചെയ്യാണ്. വീഡിയോ ഇഷ്ടമായിട്ടുണ്ടാവുമെന്ന് പ്രതീക്ഷിക്കുന്നു. ഇൻഷാല്ലാ മറ്റൊരു വീഡിയോ ആയിട്ട് ഉടൻ തന്നെ കാണാം. അൻറ്റിൽ ദെൻ ടേക്ക് കെയർ. താങ്ക് യു.